പ്രിയ ദേശനിവാസികളെ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആവട്ടെ, യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഇപ്പോഴത്തെ വ്യവസ്ഥിതികൾ മാറും. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവരുടെ കണ്ണുനീര് മാറും. കർത്താവിന് വേണ്ടി നിന്നേറ്റവർക്ക് മാനം കൊടുക്കും. കർത്താവിന് വേണ്ടി ജീവൻ ത്യജിച്ചവരെ അവനെന്താണ് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനോട് കൂടെ സിംഹാസനത്തിൽ ഇരുത്തി 1000 വർഷം ഭൂമിയിൽ രാജാക്കന്മാരായിട്ട് വാഴ്ച കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഈ മനോഹരമായിരിക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും ഇന്നേ വരെ പാപമോചനം നേടിയിട്ടില്ലെങ്കിൽ, കാരണം യേശുക്രിസ്തു പണ്ട് ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയത്രേ ലോകത്തിലേക്ക് വന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ആരാകുന്നു? ഇവൻ ദൈവത്തോടു കൂടെ ഇരുന്നവൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യരൂപമെടുത്ത് ദാസനായിട്ട് ലോകത്തിലേക്ക് വന്നവന്. അവൻ ആദിയിൽ വചനമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ മടിത്തട്ടിലിരുന്ന് സകലവും സൃഷ്ടിക്കപ്പെട്ട ദൈവവചനമായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനായിട്ട്, മറിയയുടെ സന്തതിയായിട്ട്, പാപമില്ലാത്ത പുരുഷ രക്തത്തിൽ ജനിക്കാത്തവനായിട്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ജനിച്ചവനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ ദരിദ്രനായിട്ട് ജനിച്ച് ദരിദ്രനായിട്ട് ജീവിച്ച് സകല സൃഷ്ടികളോടും സുവിശേഷം ഘോഷിച്ചുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്നിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ആദം മുഖാന്തരം കടന്നു വന്ന പാപത്തിന്റെ പരിഹാരം തന്റെ ശരീരയാഗത്താൽ അവൻ നിവർത്തിച്ചു. അതേ, ഹനനയാഗവും ഹോമയാഗവും ദൈവം ഇച്ഛിച്ചില്ല. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിൽ ദൈവം പ്രസാദിച്ചതുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ദൈവമേ നീ എനിക്കൊരു ശരീരം തന്നിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു. ആകിയാൽ യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം സൗജന്യമായിട്ട് കൊടുക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ നീതിയുള്ള ആ പുത്രൻ ഈ ഭൂമിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാര ബലിയായിട്ട് മരിച്ചു.